യോനാച്ചൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കട്ടെ. പത്തനംതിട്ടയിൽ ഞാനൊരു പുല്ലും ഭയപ്പെടുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ ഇന്ത്യ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ച്, ബിലീവേഴ്സ് ചർച്ച്, എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. 100ഓളം വൈദികർ വന്നു. ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു, ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. നിങ്ങളാരും റിപ്പോർട്ട് ചെയ്തില്ല. മന്ദപ്പൻ്റെ 23-ാം സങ്കീർത്തനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. താറാവ് യോനാച്ചൻ്റെ വളഞ്ഞ അംശവടിയും കോലും എന്നെ ആശ്വസിപ്പിക്കട്ടെ. പത്തനംതിട്ടയിൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കുറുവാസന പാതിരിയും ലവൻ്റെ ഉടമ്പടിയും എന്നോട് കൂടെ ഇരിക്കുന്നവല്ലോ. ലവൻ്റെ എണ്ണ കൊണ്ട് എൻ്റെ തലയെ അഭിഷേകം ചെയ്യട്ടെ. ഏതായാലും തിരുവല്ലയിലെ ഒരു വളർന്നു വരുന്ന ദല്ലാൾ ചക്കൻ ഈ നാമത്തിൽ 10 കാശുണ്ടാക്കി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചുമായി അനിലിനെ സിങ്കാക്കി തരാമെന്ന് പറഞ്ഞ് 2 സൈഡിൽ നിന്നും ഇളുത്തി മേടിച്ചു എന്നാണ് വിവരം. അനിൽ ആന്റണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചാൽ യോനാച്ചൻ്റെ ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ആവിയാക്കി കൊടുക്കാം. ഇനി മേലിൽ EDയുടെ ശല്യം ഉണ്ടാകില്ല. FCRA അക്കൗണ്ടുകളെല്ലാം ശരിയാക്കി തരാം എന്ന ഡീലിൽ കാര്യമായി മേടിച്ചാണ് ഗതികെട്ട് നിന്ന സഭയെ BJP പാളയത്തിൽ അടുപ്പിച്ചത്. എന്നിട്ട് തിരുവല്ലയിലെ സഭയുടെ ആസ്ഥാനത്ത് ഒരു നോട്ടീസ് പിടിച്ചു നിന്ന് കുറേ കുപ്പായത്തൊഴിലാളികളെയും പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുത്ത് മാധ്യമങ്ങളിലെല്ലാം വാർത്തയും കൊടുത്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ ഈസ്റ്റേൺ ബിലീവേഴ്സ് ചർച്ചിൻ്റെ പരസ്യ പിന്തുണ അനിൽ ആന്റണിക്ക് എന്ന്. അതോടെ അവൻ്റെ കാര്യം പോക്കായി. നോക്കി, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ യാതൊന്നും കിട്ടാതിരുന്നപ്പോൾ കണ്ണി കണ്ട ഒരു നോട്ടീസും പിടിച്ചാണ് നിൽക്കുന്നത്. ഉറിയേത് ഊഞ്ഞാലേത് എന്നറിയാത്ത അനിലും ഇത് കണ്ട ആവേശത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇല്ല, ഇപ്പൊ നിങ്ങളുടെ മാധ്യമ നറേഷനുമായിട്ട് ഞാൻ വരില്ല. കാര്യം നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നലെ ഇന്ത്യ ഒരു BJP സ്ഥാനാർത്ഥിക്ക് ഇവിടുത്തെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ച്, ബിലീവേഴ്സ് ചർച്ച്, എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. 100ഓളം വൈദികർ വന്നു. ഇന്റർനാഷണൽ മീഡിയ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു, ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. നിങ്ങളാരും റിപ്പോർട്ട് ചെയ്തില്ല. കാര്യം കാണാൻ ഏത് അലവലാദികളുമായും BJP സഖ്യമുണ്ടാക്കും എന്നതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ക്രൈസ്തവ വേഷമണിഞ്ഞ മാഫിയ ബിഷപ്പ് യോഹന്നാനുമായി ഒരു സഖ്യമുണ്ടാക്കിയത്. ഒരു ക്രൈസ്തവ സഭയുടെ പിന്തുണ എന്ന് ഇതിനെ ദയവായി പറയരുത്. താറാവ് യോഹന്നാൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹ തീവട്ടികളുടെയും പിന്തുണ എന്നേ ഇതിനെ പറയാവൂ. കേരളത്തിൽ ഏറ്റവും കളങ്കിത പ്രതിച്ഛായയുള്ള ഈ സ്വതന്ത്ര ക്രൈസ്തവ വിഭാഗം BJPക്ക് കൂറ് പ്രഖ്യാപിച്ചതോടെ BJPയുടെ കാര്യം കേരളത്തിൽ ഇനി നോക്കണ്ട എന്ന് ചുരുക്കം. 2020 നവംബറിലാണ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആസ്ഥാനമായ തിരുവല്ലയിലെ വിവിധ ഓഫീസുകളിൽ ആദായ നികുതി വിഭാഗം റെയ്ഡ് നടത്തിയത്. 18 കോടിയിലധികം രൂപയാണെന്ന് ഒറ്റ ദിവസം റെയ്ഡിൽ കണ്ടെടുത്തത്. നിരോധിച്ച നോട്ടുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഓഫീസ് പരിസരത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്ന് 50 ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത്. മലയാളത്തിലെ മുഖ്യ ധാരാമാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോനാച്ചൻ്റെ ഫണ്ട് മേടിച്ച് ശാപ്പിടുന്നവരായതുകൊണ്ട് അവരാരും ഇത് കണ്ടില്ല എന്ന് നടിച്ചു. 6000 കോടിയുടെ കള്ളപ്പണ ഇടപാടാണ് KP യോഹന്നാന്റെ പേരിലുള്ളതെന്ന് RSS മുഖപത്രമായ ദ ഓർഗനൈസർ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ കൂതാശപ്പണിക്കാരൻ എന്നറിയപ്പെടുന്ന ബിലീവേഴ്സ് മേധാവി KP യോഹന്നാനാകട്ടെ ഈ നടപടികൾക്ക് ശേഷം ഏറെക്കാലം കേരളത്തിൽ തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളാണിപ്പോൾ BJPക്ക് പത്തനംതിട്ടയിൽ അനിലിന് പിന്തുണയുമായി വരുന്നത്. ഇപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തി കേസെല്ലാം പറഞ്ഞ് സബൂറാക്കി BJPയും തീവട്ടി ബിഷപ്പും നാട്ടുകാരോട് ചോദിക്കണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, പിന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം എന്ന്. തിരുവല്ല സ്വദേശിയായ മോദിക്കോട്ടിട്ട് നടക്കുന്ന ഒരു ജ്ഞാനായക്കാരനാണ് ഈ ഡീലിൻ്റെ എല്ലാം ഇടനിലക്കാരൻ. ആദ്യം ഇദ്ദേഹം ഡീൽ സംസാരിച്ച് ശരിയായില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അരമനകളിൽ കയറി മേയും. ഒടുക്കം ഡൽഹിയിൽ ഒരു സെറ്റിൽമെൻറ്റ് ചർച്ചയുണ്ടാവും. ഇദ്ദേഹത്തിന് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടുകയും ചെയ്യും. കഴിഞ്ഞ ദിവസവും സംഭവിച്ച് ഇതാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞ് താറാവ് യോനാച്ചൻ്റെ തീവട്ടി സഭയുമായി കൊളുത്തി അനിലിൻ്റെ ഉള്ള വോട്ട് കൂടി കളയുവാനുള്ള അവസരമുണ്ടാക്കി. പക്ഷേ ദല്ലാൾ ചക്കന് കിട്ടി ലക്ഷങ്ങൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.